ബലൂൺ പോലെ ഉരുണ്ടുവീർത്ത പപ്പായയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. പടവലങ്ങ പോലെ നീണ്ടുവീർത്ത ഇങ്ങനെയൊന്ന് കാണുന്നത് ആദ്യമായിട്ടാണ്. 2 അടിയോളം നീളമുണ്ടാകും. ഭാരം 4 കിലോയോളമെങ്കിലും വരും. എട്ട് മാസം മുമ്പാണ് KM ഷാജി എന്ന നെടുങ്കണ്ടം മുണ്ടിയേരിമ സ്വദേശിയായ കർഷകൻ ഈ കപ്പളം നടുന്നത്. ആദ്യം ഇത് കായ്ക്കില്ലെന്നാണ് കരുതിയത്. പക്ഷേ ഫലമുണ്ടായപ്പോൾ ഷാജി പോലും ഞെട്ടി. ഇത് ആദ്യം കായ്ച്ചു വന്നപ്പോഴത്തേന് ഇത് ഒരെണ്ണം ഒരു നെടുപ്പിങ്ങിട്ട് വന്നിട്ട് അതേന്ന് തന്നെ 2-3 എണ്ണം ഇങ്ങനെ കൂർത്തി മേളിയിരിക്കുന്ന പോലെ വന്നു. സാധാരണ ഇങ്ങനെ ഈ കൂർത്ത് വരുന്നത് വളരെ വിരളമായിട്ടാണ് കാണാറുള്ളത്. ഞങ്ങൾ ഓർക്കുന്ന ഈ ആൺ വിഭാഗത്തിൽപ്പെട്ട വല്ലതാണോ ഇത് കായ്ക്കുകയില്ലായിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് വെട്ടാനായിട്ട് വരെ ആലോചിച്ചതാണ്. പിന്നെന്തായാലും ഇത് കാ പൊഴിയുന്നുണ്ടോ നോക്കാമെന്ന് പറഞ്ഞ് നിർത്തിയപ്പോഴാണ് ഇത്രയും വലിയ തരത്തിലുള്ള നീളമുള്ള ഇതേണ്ട 2 അടിക്ക് മേളിൽ വലിപ്പമുണ്ട്. ഇതിന് 5 കിലോയ്ക്ക് മേളിൽ തൂക്കം വരുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം കൃഷി ഓഫീസിലും പഞ്ചായത്തിലെ അധികൃതരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ വന്ന് ഇതെല്ലാം കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞത് ഇത്രയും നീളമുള്ളത് അവർ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്, കൃഷി ഓഫീസിൽ നിന്ന് പറഞ്ഞത്. നീളത്തിന്റെ കാര്യത്തിൽ ഇതിനു മുമ്പും ഷാജി നാട്ടുകാരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നേക്കാൾ നീളമുള്ള കപ്പക്കിഴങ്ങ് വിളയിപ്പിച്ചുകൊണ്ടായിരുന്നു. കപ്പ നമുക്ക് ഈ കഴിഞ്ഞ ഒരു 10 മാസങ്ങൾ മുമ്പ് നമ്മളൊരു കപ്പ തണ്ട് നട്ടിരുന്നു. അപ്പോൾ അത് നട്ടപ്പെടുത്തേന് ചെടിക്ക് വേണ്ടി ഇതുപോലെ എടുത്തിട്ട സ്ഥലത്താണ്, അപ്പുറത്താണ് നട്ടത്. അപ്പോൾ അതിന് എന്നെക്കാട്ടിൽ നീളം, എനിക്ക് 6 അടി ഉണ്ട്. അപ്പോൾ എന്നെക്കാട്ടിൽ ഉയരത്തിലൊരു കപ്പക്കിഴങ്ങ് അതിൽ നിന്ന് കിട്ടി. 4 കിലോയ്ക്ക് മുകളിൽ തൂക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ചുമ്മാ വൈകിട്ടെന്നാൽ വേവിക്കാമെന്നും പറഞ്ഞ് മുറിച്ചതാണ്. 4 മണിക്ക് ഇരുന്നിട്ട് 7 മണിയായി പറിച്ചെടുത്തപ്പോൾ. അപ്പോൾ അത് അന്ന് കണ്ടപ്പോഴത്തേന് ഇത് വലിയ ഒരു അത്ഭുതം തോന്നി. എന്നാൽ അടുത്ത തവണ ഇതിൻ്റെ തണ്ടുകൊണ്ട് ഇതിലും വലുതുണ്ടാക്കണമെന്നും പറഞ്ഞാൽ ഇപ്പോൾ പല വിധത്തിൽ കൃഷി ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കപ്പയുടെ കാര്യത്തിൽ മറ്റൊരു പരീക്ഷണം കൂടി നടത്തുകയാണ് ഷാജി. മുമ്പ് ഉണ്ടായതിനേക്കാൾ നീളത്തിൽ കപ്പക്കിഴങ്ങുണ്ടാക്കാനുള്ള ശ്രമം. അതാണ് ഈ കാണുന്നത്. വലിയ പ്ലാസ്റ്റിക് ക്യാനുകൾ ഉപയോഗിച്ച് സിലിണ്ടർ പോലെ നിർമ്മിച്ച് കപ്പ നട്ടിരിക്കുന്നു. ഇത് വിജയിച്ചാൽ ആ വിശേഷവുമായി നമുക്ക് വീണ്ടും ഷാജിയെ കാണാം. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്.